കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റ ഹൃദ്രോഗിയായ വയോധികൻ ചികിത്സ കിട്ടാതെ മണിക്കൂറുകളോളം പെരുവഴിയിലായി. കുറ്റിപ്പുറം സ്വദേശിയായ 67-കാരനാണ് എടപ്പാളിലെ സ്വകാര്യ കണ്ണാശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയപ്പോൾ ചികിത്സ നിഷേധിച്ചത്. ഇതേ തുടർന്ന് മണിക്കൂറുകളോളം വയോധികൻ വേദന കടിച്ചമർത്തി സഹിക്കുകയായിരുന്നു. കുറ്റിപ്പുറം കഴുത്തലൂർ സ്വദേശി പൊറ്റമ്മൽ വകയിൽ മുഹമ്മദ് കുട്ടിക്കാണ് എടപ്പാൾ റൈഹാൻ കണ്ണാശുപത്രിയിലെ ഡോക്ടർ ചികിത്സ നിഷേധിച്ചത്. വയോധികനായ മുഹമ്മദ് കുട്ടി ഇന്നലെ വീട്ടിൽ ജോലി ചെയ്യുന്നതിനിടെ മരക്കമ്പ് കണ്ണിൽ തറച്ചതിനെ തുടർന്ന് ചികിത്സ തേടിയപ്പോഴാണ് ആശുപത്രിയിലെ OP ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറിൽ നിന്ന് ചികിത്സാ നിഷേധമുണ്ടായത്. മരക്കമ്പ് തട്ടിയതിനെ തുടർന്ന് മുഹമ്മദ് കുട്ടിയുടെ വലത് കണ്ണിൻ്റെ കൃഷ്ണമണിക്ക് സാരമായി പരിക്ക് പറ്റിയിരുന്നു. അപകടത്തിൽ മുഹമ്മദ് കുട്ടിയുടെ കണ്ണിൽ നിന്നും രക്തം വരികയും കണ്ണു തുറക്കാൻ കഴിയാതെ ഏറെ പ്രയാസപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് ഇദ്ദേഹത്തിൻ്റെ മകൻ ജാബിർ എടപ്പാളിലെ റൈഹാൻ കണ്ണാശുപത്രി വൃത്തങ്ങളുമായി ബന്ധപ്പെടുകയും രോഗിയെ അവിടേക്ക് എത്തിക്കുകയുമായിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഉച്ചക്ക് 12 മണിയോടെ ആശുപത്രിയിലെത്തിച്ച മുഹമ്മദ് കുട്ടിക്ക് OPയിലുണ്ടായിരുന്ന ഡോക്ടർ അടിയന്തര ചികിത്സ നൽകാൻ തയ്യാറായില്ലെന്നാണ് പരാതി. രോഗികളെ നോക്കുന്ന സമയം കഴിഞ്ഞുവെന്നും ഇനി ചികിത്സ നടത്താൻ കഴിയില്ലെന്നും പറഞ്ഞ് നിത്യരോഗിയായ മുഹമ്മദ് കുട്ടിയെ മുറിയിൽ നിന്നും പുറത്താക്കി. ഡോക്ടറുടെ നടപടിയെ ചോദ്യം ചെയ്ത മകൻ ജാബിറിനെ ആശുപത്രിയിലെ സെക്യൂരിറ്റി ജീവനക്കാരെ ഉപയോഗിച്ച് ഡോക്ടർ ബലമായി പുറത്താക്കുകയും ചെയ്തു. ഇതോടെ രക്തത്തിൽ മുങ്ങിയ കണ്ണുമായി കടുത്ത വേദന സഹിച്ചുകൊണ്ടിരുന്ന മുഹമ്മദ് കുട്ടിയെ എടപ്പാളിൽ നിന്നും കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അവിടെ കണ്ണ് ഡോക്ടർ അവധിയിലായിരുന്നു. ഉടനെ അവധിയിലായിരുന്ന വനിതാ ഡോക്ടറെ ഫോണിൽ ബന്ധപ്പെടുകയും രോഗിയെ വളാഞ്ചേരിയിലെ വീട്ടിലെത്തിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഗതാഗതക്കുരുക്കിൽപ്പെട്ട് മണിക്കൂറുകൾ ശേഷമാണ് ജാബിർ മുഹമ്മദ് കുട്ടിയുമായി വളാഞ്ചേരിയിലെ ഡോക്ടറുടെ വീട്ടിലെത്തിയത്. ഇവിടെ ഡോക്ടർ നസീറ മുഹമ്മദ് കുട്ടിക്ക് അടിയന്തര ചികിത്സ നൽകി. ഏറെ വൈകിയാണെങ്കിലും ഡോക്ടർ നസീറയുടെ ഇടപെടലിനെ തുടർന്നാണ് വയോധികനായ മുഹമ്മദ് കുട്ടിയുടെ കാഴ്ച നഷ്ടപ്പെടാതെ തിരിച്ചു കിട്ടാൻ ഇടയാക്കിയത്. കഴിഞ്ഞ 14 വർഷമായി എടപ്പാൾ റൈഹാൻ കണ്ണാശുപത്രിയിലെ രോഗിയാണ് മുഹമ്മദ് കുട്ടി. വർഷങ്ങൾക്ക് മുൻപാണ് തിമിരത്തിന് ശസ്ത്രക്രിയ നടത്തിയത്. ഈ കണ്ണിനാണ് ഇന്നലെ മരക്കമ്പ് തറച്ചുണ്ടായ അപകടത്തിൽ പരിക്ക് പറ്റിയതും. ഡോക്ടർ ചികിത്സ നിഷേധിച്ച സംഭവത്തിൽ മുഹമ്മദ് കുട്ടി ചങ്ങരംകുളം പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.